ചോക്ക് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാമുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന വിഭാഗത്തിലെ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇത്ര മാർക്ക് നമ്മൾ നേടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏത് തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. ഇതിന് ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. കുട്ടിക്കാലത്തിലെ ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്? കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? ഓപ്ഷൻസ് നോക്കാം. ശൈശവം, ആദ്യ ബാല്യകാലം, പിൽക്കാല ബാല്യം, മധ്യബാല്യകാലം. ഏതാണ് വരുന്നത്? ആദ്യ ബാല്യകാലമാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി, ഏർലി ചൈൽഡ്ഹുഡ്. അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളിൽ ഭാഷാ നൈപുണ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനക്രമം ഏതാണ്? ഭാഷാ നൈപുണ്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ശരിയായ പ്രവർത്തനക്രമം നമുക്ക് അറിയാവുന്നതാണ്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. LSRW ആണ് ഇതിൻ്റെ ക്രമം. ശ്രവണം, ഭാഷണം, വായന, അവസാനം ലേഖനം. ഓക്കെ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം നോക്കാം. വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. വികാസം അനുസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം പ്രവചനീയമാണ്, വികാസം രേഖീയമാണ്. ശരിയല്ലാത്ത പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വികാസം രേഖീയമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത് ഏതാണ്? സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. പഠന പോഷകോൽപ്പന്നങ്ങൾ, പിന്തുണ പാഠങ്ങൾ, അനുപൂരക പാഠപുസ്തകങ്ങൾ, അധിക പുസ്തകങ്ങൾ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക് അഥവാ അനുപൂരക പാഠപുസ്തകങ്ങളാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇതിലെ ശരി ഉത്തരം. വാചാലത, വിഭ്രജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. ഇതാണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? ഓപ്ഷൻസ് നോക്കാം. രൂപ പശ്ചാത്തല നിയമം, തുടർച്ചാ നിയമം, സാമീപ്യ നിയമം, സാമ്യതാ നിയമം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. രൂപ പശ്ചാത്തല നിയമം. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 12 വയസ്സുള്ള അഹൻ്റെ ബുദ്ധിമാനം അഥവാ IQ 125 ആണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓപ്ഷൻസ്. അഹൻ്റെ മാനസിക വയസ്സ് 10 ആണ്, ബി 12 ആണ്, സി 15 ആണ്, ഡി 16 ആണ്. അഹൻ്റെ മാനസിക വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. അഹൻ്റെ മാനസിക വയസ്സ് 15 ആണ്. സി ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്നത് ഏതുതരം പഠന വൈകല്യമാണ്? ഓപ്ഷൻസ്. വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. ശരി ഉത്തരം പ്രയോഗ വൈകല്യമാണ്. ഡിസ്പ്രാക്സിയ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻസ്. നയി നാരി 3.0, നയി ചേതന 3.0, നയി അഭിയാൻ 3.0, നയി രാഷ്ട്ര 3.0. ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നയി ചേതന 3.0 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം.
ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്കരൂപത്തെ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ്: പഠനഘടന, അഡ്വാൻസ്ഡ് ഓർഗനൈസർ, ആശയചിത്രം, ചിന്താചിത്രം. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ആശയചിത്രമാണ്. കൺസെപ്റ്റ് മാപ്പ് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വിഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: മൈക്രോ അധ്യാപനം, അനുഭവാധിഷ്ഠിത രീതി, സംവാദാത്മക പഠനം, പ്രതിക്രിയാ പഠനം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രതിക്രിയാ പഠനം, റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്ത ചോദ്യം: സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെടുത്തി ഇത് എന്തിനുദാഹരണമാണ്? ചോദക വിവേചനം, ചോദക സാമാന്യവൽക്കരണം, ചോദക നിയന്ത്രണം, വിലോപം. ഇതിൽ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി, ചോദക സാമാന്യവൽക്കരണമാണ്. സ്റ്റിമുലസ് ജനറലൈസേഷനാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: പ്രൈമറി തലത്തിൽ പഠനം പാൽപ്പായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? ഏറ്റവും എളുപ്പത്തിൽ പ്രൈമറി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ മാധ്യമം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കുട്ടികളുടെ മാതൃഭാഷ, ഇംഗ്ലീഷ് പഠന മാധ്യമം, ഹിന്ദി പഠന മാധ്യമം, മുകളിൽ സൂചിപ്പിച്ചവയല്ല. ഏതായിരിക്കും? ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുട്ടിയുടെ മാതൃഭാഷ, മദർ ടങ്. അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: അബ്രഹാം മാസ്ലോവിൻ്റെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ചിത്രങ്ങളിൽ ലെവൽ 5-ൽ ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത് ഏത്? ലെവൽ 5 ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആദരിക്കാനുള്ള ആഗ്രഹം, ആത്മസാക്ഷാത്കാരം. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആത്മസാക്ഷാത്കാരം. അടുത്ത ചോദ്യം: മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സുപ്രധാന ഘടകങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? അഹം, ഇത്, അത്യഹം, ഇതൊന്നുമല്ല. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, അഹം അഥവാ ഈഗോ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായ അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയ സ്വാംശീകരണം സാധ്യമാക്കുന്ന രീതി മുന്നോട്ട് വെച്ചത് ആരാണ്? ജെറോം എസ് ബ്രൂണർ, ലെവ് വിഗോട്സ്കി, നോം ചോംസ്കി, ഇ.എൽ. തോണ്ടെക്. ആൻസർ ഓപ്ഷൻ എ, ജെറോം എസ് ബ്രൂണറാണ്. അടുത്ത ചോദ്യം: സന്തോഷകരവും സന്താപകരവുമായ പ്രബലങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തമാണ് ഡാഷ്. ഓപ്ഷൻസ്: പഠന നിയമത്രയം, അനുബന്ധന സിദ്ധാന്തം, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ശരി ഉത്തരം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? സഹകരണം ഉറപ്പാക്കുന്നതിനുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം: കഥ പറയൽ, പാട്ടുപാടൽ, കളിയിലേർപ്പെടൽ, ചിത്രരചന. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, കളിയിലേർപ്പെടൽ. അടുത്ത ചോദ്യം: ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തങ്ങളിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജി ഘടകവും എസ് ഘടകവും, വി ഘടകവും എം ഘടകവും, ജി ഘടകവും എഫ് ഘടകവും, എ ഘടകവും സി ഘടകവും. ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. ജി ഘടകവും എസ് ഘടകവും. അടുത്ത ചോദ്യം: കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: വികാരങ്ങൾ തീവ്രമാണ്, വികാരപ്രകടനം കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാരങ്ങൾ സ്ഥിരമാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാരങ്ങൾ സ്ഥിരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 22. RTA ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമാക്കിയിരിക്കുന്നത്. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിലൊരു വ്യക്തതയില്ല. കാരണം RTA ആക്ട് 2009 നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിലായിരുന്നു
ബാധകമായിരുന്നത്. എന്നാൽ 2019 ശേഷം ജമ്മു കാശ്മീരിൻ്റെ കൂടെ ബാധകമാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലാകമാനം ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം വരുന്നൊരു ചോദ്യമാണ്. ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ എ ആവാനാണ് സാധ്യത. ചിലപ്പോൾ ഈ ചോദ്യം റദ്ദാക്കാനും സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചറുടെ മുന്നിൽ അവൻ്റെ സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെന്ന് തൻ്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമായോജന തന്ത്രം ഏതാണ്? പശ്ചാത്ഗമനം, യുക്തീകരണം, പ്രക്ഷേപണം, ആദേശനം. ശരി ഉത്തരം ആദേശനമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ചോദ്യം, മാഗി ക്ലാസ് ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് എന്താണ്? ബാഹ്യ അഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണ, നീതിബോധം, മാത്സര്യബുദ്ധി. അടുത്ത ചോദ്യം, ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് അധ്യാപകൻ ക്ലാസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഫലപ്രദമായി ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അനിത ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര ഗവേഷണ രീതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? കേസ് സ്റ്റഡി, ക്ലിനിക്കൽ രീതി, ക്രിയാഗവേഷണം, സോഷ്യോമെട്രി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പഠിതാവിൻ്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഒരു ടേമിൻ്റെയോ വർഷത്തിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന വിലയിരുത്തൽ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കുട്ടിയുടെ പഠന സന്നദ്ധതയുടെ വിലയിരുത്തൽ, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തലാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇതറിയപ്പെടുന്ന പേരെന്താണ്? ചാക്രികാരോഹണ രീതി, പ്രതിക്രിയാ രീതി, പ്രതിഫലനാത്മക രീതി, രേഖീയ രീതി. ശരി ഉത്തരം സ്പൈറലിംഗ് മെത്തേഡാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ചാക്രികാരോഹണ പിയേഷയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമായിരിക്കുന്നത്? ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാരഘട്ടം, മൂർത്ത മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാഗ് മനോവ്യാപാരഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 2 പേരുടെ ഗ്രൂപ്പ്, 3 പേരുടെ ഗ്രൂപ്പ്, 5 പേരുടെ ഗ്രൂപ്പ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ്. ഏതായിരിക്കും അനുയോജ്യമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്നുള്ള ഗ്രൂപ്പാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമ്മൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമൻ്റെ ഈ നീതിബോധം ഗോൾബർഗിൻ്റെ ഏത് നൈതിക വികാസ ഘട്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, യാഥാസ്ഥിതിക സദാചാരഘട്ടം, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, മുകളിൽ സൂചിപ്പിച്ചവയല്ല. ഏതാണ് വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യാഥാസ്ഥിതിക സദാചാരഘട്ടം, കൺവെൻഷനൽ മൊറാലിറ്റി സ്റ്റേജ് ആണ് ശരി ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ 30 മാർക്കിൽ, സൈക്കോളജിയിലെ 30 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് നേടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2ൻ്റെ ആൻസർ കീയും കാറ്റഗറി 1ലെ ബാക്കിയുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ ആൻസർ കീയും അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നുണ്ട്.